നമസ്കാരം. അമേരിക്കയിലേക്ക് നമ്മളിനി 5000 രൂപയുടെ ഒരു സാധനം കയറ്റി അയക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപയായിട്ട് തീരാം. കാരണം അമേരിക്ക ഇപ്പോൾ ഏർപ്പെടുത്താൻ പോകുന്നത് ഓരോ സാധനം ഇറക്കുമതി ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നതിനും ഏതാണ്ട് 500% ചുങ്കം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് അയക്കുന്ന 100 രൂപ വിലയുള്ള ഒരു സാധനത്തിൻ്റെ വില സങ്കല്പിക്കുക. അതിൻ്റെ 500 ഇരട്ടി, ഏതാണ്ട് 5100 രൂപ ഓളം വരും. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് സമനില തെറ്റിയ, നട്ടും ബോൾട്ടും ഒക്കെ തെറ്റിയ ട്രംപ് എന്ന് പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ട്രംപ്, ആ പറഞ്ഞതൊക്കെ സാധൂകരിക്കുന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ വളരെ ഭയാനകവും അതുപോലെ തന്നെ ഭ്രാന്തവുമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, ഒരു ആക്രാന്തം പിടിച്ച രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. അമേരിക്ക കടത്തിൻ്റെ ചുഴിയിലാണ്. അതായത് ഏതാണ്ട് $130 ബില്യൺ കടത്തിലാണ്. വമ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാനുള്ള മറ്റു മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നതെന്നാണ് അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. പക്ഷേ ഇതൊരു ഒന്നൊന്നര ചെയ്തായിരുന്നു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഏതോ ഭ്രാന്തന്മാർ ആസൂത്രണം ചെയ്യുന്ന, സാമ്പത്തിക ഭ്രാന്തന്മാർ ആസൂത്രണം ചെയ്യുന്ന കൈക്രിയകളാണിത്. ഇത് താങ്ങാൻ അമേരിക്കയ്ക്ക് തന്നെ പറ്റാതെ വരും. അമേരിക്കയുടെ നില ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സിലും പരിങ്ങലായി കഴിഞ്ഞു. അമേരിക്കയ്ക്കകത്ത് മതി ഇത്തരം ഭ്രാന്തമായ നയങ്ങൾക്കെതിരെയുള്ള വമ്പിച്ച ഒരു പ്രതിരോധം അമേരിക്കയ്ക്ക് അകത്തുനിന്ന് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ ബുദ്ധിജീവികൾ, അതുപോലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ട് അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഡെമോക്രാറ്റുകൾ, സാമ്പത്തിക വിദഗ്ധർ ഒക്കെ തന്നെ ഇത് ഉപരോധിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്കകത്ത് തന്നെ അവരൊരു സാങ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞു. കാരണം ഇതിപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടി നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. എക്സിക്യൂട്ടീവ് ഓർഡറുകൾക്കെതിരെ തന്നെ കോടതിയിൽ കേസുണ്ട്. ഇതുവരെ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ 50% ചുങ്കം ഉൾപ്പെടെയുള്ള നയങ്ങൾ അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായോ എന്നത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതുവരെ അതിന് കോടതിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല. പ്രസിഡന്റ് അവിടെ ഇരുന്ന് ഒപ്പിട്ടു, ആ ഒരു അംഗീകാരം മാത്രമേ ഉള്ളൂ. അത് മതിയോ എന്നുള്ള വലിയൊരു ചോദ്യം ഡെമോക്രസിൻ്റെ വാള് പോലെ ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും മുകളിൽ തൂങ്ങുന്നുണ്ട്. അതൊന്ന്. അതുകൂടാതെ അവിടുത്തെ ബുദ്ധിജീവികളെല്ലാം തന്നെ ഇതിനെ എതിർക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇതിൻ്റെ എന്തിൻ്റെ കേടാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഡെമോക്രാറ്റുകളുടെ ഒരു സംഘം. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലെ അമേരിക്കയുടെ പ്രതിനിധി, ഇവരെല്ലാം തന്നെ ഇത് തെറ്റാണ്, ഇന്ത്യയെ നമ്മൾ വിശ്വാസത്തിലെടുക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ വെറുപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. ഇപ്പോൾ തന്നെ ചെയ്യുന്നത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്ത്യ ഒരു സ്റ്റഡീഡ് സൈലൻസ് പിന്തുടരുകയാണ്. കാരണം മൗനം എന്ന് പറയുന്നതും ഒരു നയതന്ത്രമാണ്. ആ നയതന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ അമേരിക്കക്കാർ തന്നെ ഇന്ത്യക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നു. അതൊരു ഡിപ്ലോമസി അല്ല, അതൊരു പ്രതിഷേധമാണ്. ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലോബൽ പൊളിറ്റിക്കൽ ല്യൂമിനറി എന്ന് പറയുന്നത്, രാഷ്ട്രീയമായിട്ട് ആരാധിക്കപ്പെടുന്ന സർവസമ്മതനായിട്ടുള്ള ഒരു അമേരിക്കക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോഫ്രി സാക്സ്.
ആ ജോഫ്രെ സാക്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം ആവർത്തി, ഞാൻ മിനിയാന്ന് പറഞ്ഞതാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത്. ഇത് കേട്ടിട്ടല്ല, കാരണം നമ്മളുടെ ആ അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം ശരിയായിരുന്നു, സാധൂകരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിൽ അദ്ദേഹത്തെ കോട്ട് ചെയ്താൽ, കോട്ട്, ട്രംപ് ഈസ് അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില തകരാറിലാണ്. എടുക്കുന്ന നടപടികൾ ഉചിതമായിട്ടുള്ള ചിന്തകളോ ശരിയായിട്ടുള്ള മാനസിക നിലയിലോ ഇരുന്ന് ചെയ്യുന്നതല്ല, ഭ്രാന്ത് പിടിച്ച് ചെയ്യുന്നതാണ്. വാസ്തവത്തിൽ അതല്ലേ? അതുപോലെ തന്നെ ജോഫ്രെ സാക്സ് ഉപദേശിക്കുന്ന ഒരു കാര്യം, ക്വാഡിൽ നിന്ന് ഇന്ത്യ പിന്മാറണം. ക്വാഡെന്ന് പറഞ്ഞത് ചൈനയെ ട്രാപ്പ് ചെയ്യാനുള്ള അമേരിക്കയുടെ ഒരു കുൽസിത ശ്രമമാണ്, അത് ഉപേക്ഷിക്കണം. എന്നിട്ട് ബ്രിക്സിനെ ശക്തമാക്കണം. ബ്രിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ബ്രസീലുണ്ട്, റഷ്യയുണ്ട്, ഇന്ത്യയുണ്ട്, അതുപോലെ ചൈനയുണ്ട്. ആ കൂട്ടായ്മ, അതുപോലെ സൗത്ത് ആഫ്രിക്കയുമുണ്ട്. ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണം, വിപുലമാക്കണം. അങ്ങനെ അവർ ചേർന്നിട്ട് ഉള്ള ഒരു കൂട്ടായ്മ ഡോളറിനെ കരുത്തുറ്റതാക്കാൻ വേണ്ടി അമേരിക്ക ഈ നടത്തുന്ന ശ്രമങ്ങളെ നിഷ്ഫലമാക്കണം. ഡോളറിന് പകരം ഇപ്പോൾ യൂറോ ഉള്ളതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടേതായിട്ടുള്ളൊരു നാണയം വരണം. ഡോളറിൻ്റെ കുത്തക അവസാനിപ്പിക്കണം. അതാണ് അമേരിക്കയ്ക്കും ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിന് നേരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാന്യമായിട്ടുള്ള വിരോധം. അതുപോലെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് അമേരിക്കയുടെ നയമല്ല, അത് വളരെ പ്രധാനം. അമേരിക്കയുടെ നയമല്ല, പിന്നെയോ ഇത് ട്രംപിൻ്റെ നയമാണ്. ഭ്രാന്തനായിട്ടുള്ള മെഗലോമാനിയാക്കായിട്ടുള്ള ഒരു പ്രസിഡൻറ്റിൻ്റെ നയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിറ്റ്ലറെ പോലെ, ഹിറ്റ്ലറും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഹിറ്റ്ലറെ പോലെ ഉള്ള ഒരാളിൻ്റെ പേ പിടിച്ച തീരുമാനങ്ങളാണ്. അദ്ദേഹം മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി, സെനറ്റ് മെമ്പർ കൂടിയാണ് ചേർന്നിട്ടാണ് ഈ ബില്ലിന് വേണ്ടി ഉത്സാഹ കമ്മിറ്റിയായിട്ട് പ്രവർത്തിക്കുന്നത്. അത് സെനറ്റിൽ പാസ്സാവുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. എങ്കിലും അതുമായിട്ട് ഉത്സാഹിച്ചവർ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്കാണ് വേറൊരു വിവരം വരുന്നത്. അതായത് യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ സമാപിപ്പിക്കാൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ 50ലേറെ തവണയാണ് അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കിയത്. എല്ലാം ഞങ്ങൾ തരാം, നിങ്ങളെ പരമാവധി സന്തോഷിക്കാം, ഞങ്ങളുടെ എല്ലാം നിങ്ങൾക്കങ്ങ് അടിയറ വെക്കാം എന്ന് വരെ പറഞ്ഞ് താണ് വീണ് കിടന്ന് കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എല്ലാം ചെയ്തു തരാം, ഞാനിപ്പോൾ ഇന്ത്യയോട് പറയാം, ഇപ്പോൾ ഞാൻ മോദിയോട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എല്ലാം ശരിയാക്കാമെന്നൊക്കെ വങ്കത്തം പറഞ്ഞു. ആ വങ്കത്തമൊക്കെ ഞാൻ ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എല്ലാം തരണം എന്ന് ഉള്ള ഡയലോഗാണ് ട്രംപ് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത്. ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പൊങ്ങച്ചം, ഈ അല്പത്തം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിൻ്റെ കാരണം പാകിസ്ഥാനിൽ നിന്ന് അവർ ഓഫർ ചെയ്ത സാധനങ്ങളെല്ലാം ഇങ്ങനെ തനിക്ക് കിട്ടണം. ഈ 2ാം കിട 3ാം കിട സിനിമകളിലൊക്കെ അതിലെ പ്രതിനായകൻ അല്ലെങ്കിൽ വില്ലൻ നായികയോട് ആവശ്യപ്പെടുന്ന പോലെ എന്നെ അങ്ങ് സന്തോഷിപ്പിക്കുക. പാകിസ്ഥാൻ അത് സന്തോഷിപ്പിച്ചു. ഇന്ത്യ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. കാരണം ഇന്ത്യ അഭിജാതമായിട്ടുള്ളൊരു രാഷ്ട്രമാണ്, അതുകൊണ്ട് ഇന്ത്യക്ക് അതിന് പറ്റില്ല, പോയി പണി നോക്കിക്കോളാൻ പറഞ്ഞു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്ക പറഞ്ഞത് ഇന്ത്യ സമ്മതിച്ചില്ല, നമ്മൾ തമ്മിൽ ചർച്ചയൊന്നും വേണ്ട, അവർ ഇങ്ങോട്ട് സംസാരിക്കട്ടെ. അവർ സംസാരിക്കുമ്പോഴേ എനിക്ക് അതിനൊന്നും സമയമില്ല. അവിടെ പട്ടാളം യുദ്ധത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കമാൻഡറായിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥനോട് സംസാരിച്ച് അത് തീർക്കാൻ പറഞ്ഞു. അങ്ങനെ പാകിസ്ഥാൻ കാല് പിടിച്ചാണ് ആ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുന്നത്. ഇത് താനാണിത് തീർത്തതെന്ന് പറയേണ്ടത് ട്രംപിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം എന്താ? പാകിസ്ഥാനുമായിട്ട് സ്വകാര്യമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള കച്ചവടം നടത്തി പാകിസ്ഥാനെ ഇതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ളതെല്ലാം ഊറ്റിയെടുക്കണം. ആ മണ്ടൻ രാഷ്ട്രം അതിന് സമ്മതിച്ചു. അത്തരം ഒരു മണ്ടൻ രാഷ്ട്രമല്ല ഇന്ത്യ എന്നുള്ളതാണിത് കാണിക്കുന്നത്. ഈ മൗനം അവലംബിക്കുമ്പോഴും തിളങ്ങുന്ന തൻ്റെ ഇടത്തോടുകൂടി, ഇരട്ട ചങ്കോടുകൂടി തന്നെ അമേരിക്ക നിങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്തു കുന്തം ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത
7.4% വളർച്ചാ നിരക്ക് കൈവരിച്ചുകൊണ്ട് അമേരിക്കയുടെ എല്ലാ കുൽസിതങ്ങളെയും തകർത്തുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ആ സാമ്പത്തിക പ്രകടനം, അതുല്യമായിട്ടുള്ള അനന്യമായിട്ടുള്ള സാമ്യമകർന്ന ആ പ്രകടനം, അതൊന്നു മതി ട്രംപിനുള്ള മറുപടി. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.